ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഈ വർത്തമാന നിമിഷം എന്നുള്ളത്. ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ്, അത് ഈശ്വരൻ തന്ന വലിയൊരു പ്രസൻറ്റാണ്, ഗിഫ്റ്റാണ്. അതെങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നു, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം. മണൽ ഘടികാരം, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2 സിലിണ്ടർ തമ്മിൽ ഒരു ചെറിയ കുഴലിലൂടെ ബന്ധിപ്പിക്കുന്നതാണ് മണൽ ഘടികാരം. അത് ഒരു സിലിണ്ടറിൽ നിന്ന് മറ്റൊരു സിലിണ്ടറിലേക്ക് ആ ചെറിയ ഇടുങ്ങിയ ആ ഒരു കുഴലിലൂടെ പതുക്കെ പതുക്കെ മണൽത്തരികൾ താഴേക്ക് വീണുകൊണ്ടിരിക്കും. ഈ മണൽ ഘടികാരത്തിൽ മുകളിൽ നിൽക്കുന്ന സിലിണ്ടറിലുള്ള മണൽ ഏതാണോ അത് നമ്മുടെ ഭാവിയാണ്, വരാനിരിക്കുന്നതാണ്. താഴത്തെ സിലിണ്ടറിൽ വന്ന് വീണിരിക്കുന്ന ആ മണൽ ഏതാണോ അതാണ് നമ്മുടെ ഭൂതകാലം. ഇത് രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ചെറിയ ഇടുങ്ങിയൊരു കുഴലുണ്ടാവും. ഈ കുഴൽ, അതാണ് നമ്മുടെ വർത്തമാനകാല ജീവിതം, അതാണ് നമ്മുടെ പ്രസൻറ്റ്, വർത്തമാനം, ജീവിതം എന്ന് പറയുന്നത്. ഈ കുഴലിലൂടെ മണൽത്തരി മന്ദമന്ദം ഒഴുകി ഒഴുകി താഴേക്ക് വീണുകൊണ്ടിരിക്കും. ഓരോ തരിയും താഴെ വീണ് കഴിയുമ്പോൾ അത് ഭൂതകാലമായി. മുകളിലുള്ള മണൽത്തരികളും ഈ വർത്തമാനമാകുന്ന കുഴലിലൂടെ ഒഴുകി വീഴുകയാണ്. വീണ് കഴിഞ്ഞാൽ അത് ഭൂതകാലമായി മാറി. ഈ കുഴൽ, അത് വളരെ ചെറിയ ഒരു ഇടുങ്ങിയ സ്ഥലമാണ്. ഇതുപോലെയാണ് നമ്മുടെ വർത്തമാനകാല ജീവിതം. ഈ വർത്തമാനമാകുന്ന സമയം അത് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഈ സമയത്തിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒന്നുകിൽ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് വിഷമിച്ചോ, പരാതി പറഞ്ഞോ, സങ്കടപ്പെട്ടോ, കുറ്റം പറഞ്ഞോ ചിലവഴിക്കാം. പക്ഷേ ഈ വർത്തമാന സമയം കടന്നു പോയാൽ പിന്നെ അത് നമുക്ക് ഭൂതമായി കഴിഞ്ഞു, അതിനുപയോഗിക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് ആകുലതയോടെയോ ടെൻഷനടിച്ചോ മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിമയായിട്ടോ കടന്നു പോകാം. അല്ലെങ്കിൽ ആസ്വദിച്ച് ആനന്ദിച്ച് ഈ വർത്തമാന നിമിഷം ഉപയോഗിക്കാം. ഏത് രീതിയിലും നമുക്ക് ഉപയോഗിക്കാം. കാരണം ഈ വർത്തമാനം വളരെ കുറച്ചേ ഉള്ളൂ. അതെന്താണോ ഉപയോഗിക്കുന്നത് അതാണ് നിങ്ങളുടെ ജീവിതം, അതാണ് ജീവിതത്തിൻ്റെ ആധാരമായിരിക്കുന്നത്. മനസ്സിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ആ വിചാരങ്ങളിൽ നിങ്ങൾക്ക് വളരെ ശ്രദ്ധ വേണം. വിചാരങ്ങളാണ് നിങ്ങളുടെ മനോനില നിർമ്മിക്കുന്നത്. മനോനിലയാണ് ഒരു വർത്തമാന സമയത്തെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നതിനെ തീരുമാനിക്കുന്നത്. സന്തോഷത്തോടെ കടന്നു പോകുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നല്ലതായിരിക്കും. സങ്കടത്തോടെ കടന്നു പോകുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം അനാരോഗ്യമായി മാറും. നമ്മുടെ സങ്കല്പങ്ങൾ പോസിറ്റീവാക്കി ആനന്ദത്തോടെ ജീവിക്കുകയാണെങ്കിൽ സംബന്ധങ്ങൾ ഊഷ്മളായിത്തീരും. സംബന്ധങ്ങളിൽ ഊഷ്മളത ഉണ്ടാക്കുന്നതും അകൽച്ചയുണ്ടാക്കുന്നതും എതിർപ്പുണ്ടാക്കുന്നതും ബന്ധുവിനെയും ശത്രുവിനെയും നിർമ്മിക്കുന്നതും ഒക്കെ നമ്മുടെ മനോനിലയ്ക്ക് ആധാരമായി നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അപ്പോൾ ഈ വർത്തമാന നിമിഷത്തിൽ പോസിറ്റീവ് മൂഡോടുകൂടി ശുദ്ധമായ ശ്രേഷ്ഠ സങ്കല്പങ്ങളോടുള്ള നല്ല നല്ല വാക്കുകൾ പറഞ്ഞാൽ നല്ല സംബന്ധങ്ങളുണ്ടാകും, ശത്രുക്കൾ കുറയും. അപ്പം നിങ്ങളുടെ അകൽച്ചയ്ക്കും അടുപ്പത്തിനും തകർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ബന്ധുവിനും ശത്രുവിനും ഒക്കെ ആധാരമായിരിക്കുന്നത് മനോനിലയാണ്, വർത്തമാന സമയത്തിലെ മനോനില. അതുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ ശ്രേഷ്ഠ സങ്കല്പങ്ങൾ നിറയ്ക്കാൻ പരിശ്രമിക്കൂ. എപ്പോഴാണോ ശ്രേഷ്ഠമായൊരു മനോനിലയെ ഞാൻ വാർത്തെടുക്കുന്നത്, വർത്തമാനത്തെ ശുഭമാക്കി മാറ്റാൻ എനിക്ക് സാധിക്കും. ഈ മൊമെൻറ്റ് അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതിനെ നന്നായി ഉപയോഗിക്കൂ. ഭാവി അത് വന്നെത്തിയിട്ടില്ല. അതെത്തിച്ചേരുമ്പോൾ നമുക്ക് നല്ലതാക്കാൻ സാധിക്കും. ഭൂതം അത് കഴിഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ പ്രസൻറ്റ്, ഇറ്റ്സ് എ പ്രസൻറ്റ് ഫ്രം ഗോഡ്. ഈശ്വരൻ നൽകിയിരിക്കുന്ന ഒരു പ്രസൻറ്റാണ്, സമ്മാനാണ് ഈ മൊമെൻറ്റ്. ഇതിനെ വളരെ നന്നായി ഉപയോഗിക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന ഭാവിയെ അത് ഭാസുരമാക്കാനാക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഭൂതകാലത്ത് ചെയ്തു പോയ എന്തെങ്കിലും അബദ്ധങ്ങളുണ്ടെങ്കിൽ അതിനെ സുഖപ്പെടുത്താനും സാധിക്കും. രണ്ടിനും ആധാരമായിരിക്കുന്നത് ഈ ഒരു വർത്തമാന നിമിഷമാണ്. അതുകൊണ്ട് ഈ മൊമെൻറ്റ്, പ്രസൻറ്റ് മൊമെൻറ്റ്, ഇവിടെ നിങ്ങൾ ജീവിക്കൂ, അതിനാനന്ദമായി ഉപയോഗിക്കൂ, ജീവിതം ഭാസുരമാക്കൂ. ഓം ശാന്തി.